ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം. ഈ വ്യക്തിയെയും നിങ്ങളെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി ഒരു അദൃശ്യ ശക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളെയും ഈ വ്യക്തിയെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിനെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ശക്തികൾ, അതായത് എന്ത് ശക്തിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്ത് ശക്തിയാണ് നിങ്ങളെ കാത്തു രക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് നോക്കാം. ദ ഓവറോൾ എനർജിയാണ്. ഇതാണ് ഒരു മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. സേക്രഡ് പർപ്പസ് ആണ്, ഇറ്റേണൽ ഫ്ലെയിം ആൻഡ് ആൻസിസ്ട്രൽ ലീഗസി ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എപ്പോഴൊക്കെ വേർപിരിയാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ അത്രമാത്രം നിങ്ങൾ സ്നേഹത്തോടെ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും. അതായത് ഇപ്പം നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, തല്ലുപിടിച്ചു എന്ന് വിചാരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് നിന്നു, ഇനി ഇതിന് പ്രത്യേകിച്ച് ഒരു ഭാവിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് വീണ്ടും കൂടിച്ചേരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഉറപ്പായിട്ടും ഇതൊരു പൂർവികരുടെ അനുഗ്രഹം, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്, പൂർവികരുടെ അനുഗ്രഹം. അതുപോലെ ഇതിൽ ഭൂരിഭാഗം ആൾക്കാര് സോൾമേറ്റ് കണക്ഷനിലൂടെ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു എനർജി അല്ല. ഇപ്പൊ സാധാരണ നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ടു ഒരു അട്രാക്ഷൻ തോന്നി, ഇഷ്ടത്തിലായി, അങ്ങനത്തെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ല. പകരം ഇത് കുറച്ചും കൂടെ പൂർവികർ നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ പൂർവികരുടെ സാന്നിധ്യമുള്ള, അവരുടെ അനുഗ്രഹമുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഉണ്ട്, സപ്പോർട്ടേറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്. നന്നായി തന്നെ പൂർവികര് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്താ പറയാ, മറ്റുള്ള ആൾക്കാര് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും, ശത്രുക്കൾ പല വിധത്തിലും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോലും അത് നടക്കത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ രണ്ടുപേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ആൻസിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാൻ സാധിക്കാത്തത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലെറ്റ് ദം ഗോ എന്നാണ്. അതായത് ഇവിടെ പല തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കത്തിച്ചാമ്പലായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കത്തിക്കരിഞ്ഞു പോവുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തിക്കരിഞ്ഞു പോകാം, അത് അനാവശ്യമായിട്ട് പോകാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കത്തിക്കരിഞ്ഞു പോകുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം, ദൃഷ്ടിദോഷമായിരിക്കാം, ശത്രുദോഷമായിരിക്കാം, എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി,
അത് കത്തിച്ചാമ്പലായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ആൻസിസ്റ്റേഴ്സിന്റെ ആ ഒരു സാന്നിധ്യവും പ്രൊട്ടക്ഷനും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ എന്തൊക്കെയാണോ അതെല്ലാം ഭസ്മമായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫുൾഫിൽമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ പല തരത്തിലും നിങ്ങളെ എന്താ പറയാ, ഈ പേഴ്സൺ പല തരത്തിലും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നന്നായി തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെ എന്താ പറയാ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഫുൾഫിൽമെന്റ് ആണ്. ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയാ, നേടിയെടുക്കുക എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ ഫാമിലി എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ അത് ആ ഒരു നമ്മൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ ഒക്കെ ആയിട്ടൊക്കെ കഴിയുന്ന ഒരു നല്ലൊരു പ്രസ്ഥാനത്തെയാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബം എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അതിന് സാധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, സാധിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. സോ അതുകൊണ്ട് ഈ പേഴ്സൺ നന്നായി തന്നെ എന്താ പറയാ, ആ ഒരു ഫാമിലി എനർജി അല്ലെങ്കിൽ ആ ഒരു കുടുംബ സംബന്ധമായിട്ടുള്ള സ്നേഹ സംബന്ധമായിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫാമിലിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നും ആഗ്രഹിക്കുന്നത്. അല്ലാതെ കേവലം ചെറിയ രീതിയിൽ സംസാരിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സമയം സ്പെൻഡ് ചെയ്ത് ഓക്കെ ഒന്ന് പുറത്തേക്ക് പോകാം എന്നുള്ളൊരു ലെവലിലല്ല, അല്ലെങ്കിൽ ദൂരേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ സ്വന്തം കാര്യം നോക്കി പോകാം എന്നുള്ളൊരു കാര്യമല്ല. ആ ഒരു മനോഭാവത്തിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്. ആ ഒരു ഫാമിലി എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്, ഫാമിലി എനർജിയിൽ. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വോയേജ് ആണ്. അതായത് ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സണ് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരാം, എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരാം. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എന്താ പറയാ, ഈ പേഴ്സൺ അത് ഒരുപാട് ദൂരം താണ്ടി, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് വേണം, എന്തൊക്കെയോ കാര്യങ്ങൾ ത്യജിച്ചിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. ഒരു ദൂരയാത്രയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ ദൂരെ ആയിരിക്കാം ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് നിന്നും ഒരുപാട് അകലെ ആയിരിക്കാം. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു യാത്രയെ നന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഓവറോൾ എനർജി, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലവ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. യെസ്, ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരു ഭാഗമാകണം, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭാഗമാകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സണ് അത്രമാത്രം നിങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കാർഡ്സ് ആണ് നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുള്ളത്, കമ്മിറ്റ്മെന്റ്, ഫാമിലി ആൻഡ് ഓൾസോ ദ ഫുൾഫിൽമെന്റ്. അപ്പോൾ കൂടുതൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. പോരാത്തതിന് ആൻസിസ്റ്റേഴ്സിന്റെ എനർജിയും നമുക്ക് വളരെ മനോഹരമായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയും കൂടിയാണ്. കാരണം പൂർവികര് എന്ന് നമ്മുടെ ഒപ്പം ഉണ്ടാകും, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ അത് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ,
അപ്പൊ അത്രയും പരിശുദ്ധമായിട്ട് നിങ്ങളുടെ മനസ്സ് അത്രയും പരിശുദ്ധമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടെറിഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.